നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി സഹജമാർഗ് ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ളതിൻ്റെ വിശദ വിവരങ്ങൾ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷനിൽ ലിവിങ് ദ ഗോൾ എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മുടെ ഡിസ്കഷൻ ട്രാൻസ്ഫോം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ പറയുമ്പോൾ ആ ലക്ഷ്യം ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. സ്വപ്നത്തിലൊരു ലക്ഷ്യം നേടിക്കൊണ്ട് കാര്യമില്ല. സ്വപ്നത്തിൽ റാങ്ക് കിട്ടിയിട്ട് കാര്യമില്ല. സ്വപ്നത്തിൽ ധനവാനായിട്ട് കാര്യമില്ല. ഇതെല്ലാം ഈ ഉണർന്നിരിക്കുന്ന ജാഗ്രത അവസ്ഥയിലാണ് നമ്മൾ അനുഭവിക്കേണ്ടതും അതുപോലെ തന്നെ പ്രകടിപ്പിക്കേണ്ടതും. അപ്പോൾ ശരിയായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഗോൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിനെ ഗോൾ എന്ന് പറയാൻ സാധിക്കില്ല. നമുക്ക് എത്ര കാലം വേണമെങ്കിലും തപസ്സിലിരിക്കാം, ശാന്തി അനുഭവിക്കാം, നമുക്ക് സങ്കല്പിക്കാം ഞാൻ ആ ബാലൻസ് അവസ്ഥയിലെത്തി എന്ന് സങ്കല്പിക്കാം. പക്ഷേ നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സുഷുപ്തി അവസ്ഥയിൽ നിന്നും ജാഗ്രത അവസ്ഥയിലേക്ക് വരുന്ന പോലെ ആയിരിക്കും. പഴയ സങ്കല്പങ്ങളും പഴയ പ്രജുഡിസസും ഒക്കെ വീണ്ടും പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ഈ ലക്ഷ്യത്തിന് എന്ത് അർത്ഥമുള്ളത്? അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടിപ്പിക്കേണ്ട ഈ കമ്പാഷൻ, സിൻസിയറിറ്റി, ട്രൂത്ത്ഫുൾനെസ് എല്ലാം ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പം അതുകൊണ്ടാണ് സഹജമാർഗത്തിലെ ഗുരുനാഥനായിട്ടുള്ള ബാബുജി മഹാരാജ് 10 പ്രമാണങ്ങൾ തന്നിട്ട് 10 മാക്സിംസ് ഓഫ് സഹജമാർഗം.
ഈ 10 മാക്സിംസ് ഫോളോ ചെയ്യേണ്ടത് എപ്പോഴാണ്? ഉണർന്നിരിക്കുന്നത്, ജാഗ്രത അവസ്ഥയിലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മുടെ കോൺഷ്യസ്നസിൻ്റെ 5% താഴെ മാത്രമേ ഈ ബോധതലമുള്ളൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. 95%ഉം ബോധ മനസ്സാണ്. പക്ഷേ ഈ ബോധ മനസ്സിലാണ് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസ്നസ്സിൽ ക്ലാരിറ്റി വരിക, നമുക്ക് ഉയർന്ന നോളജിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് വർക്ക് ഇൻ ദ പ്രസൻറ്റ് എന്ന് പറയുന്നത്. എവിടെയാണ് പ്രസൻറ്റ്? ഇവിടെ, ഈ ഉണർന്നിരിക്കുന്ന ഹിയർ ആൻഡ് നൗ. അപ്പോൾ ഈ 10 പ്രമാണങ്ങൾ ആരംഭിക്കുന്നത് നമ്മളുടെ ദിവസം തുടങ്ങുന്ന ആ ടൈം തൊട്ടാണ്. ബാബുജി മഹാരാജ് ആദ്യത്തെ പ്രമാണത്തിൽ പറയുന്നു, പുലരും മുമ്പ് ഉണരുക, റൈസ് ബിഫോർ ഡോൺ. അതിനുശേഷം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ഒരേ സ്ഥലത്തിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യണം, ദേഹശുദ്ധി കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാം, പുലരും മുമ്പ് ഉണരുക. നമുക്കത് സാധിക്കുന്നുണ്ട്. നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ സർവ്വചരാചരങ്ങൾക്കും അവരുടെ ആ ടൈം ഷെഡ്യൂളുണ്ട്. അവരതിൽ നിന്നും വ്യതിചരിക്കില്ല. അവർ ദിവസത്തിൻ്റെ ആ സൈക്കിള് അവരുടെ ജീവിത രീതി അനുസരിച്ച് അവർ ഫോളോ ചെയ്യുന്നു. ഇപ്പോൾ രാത്രി ജീവിക്കുന്ന ജീവികൾ, കണ്ണ് തുറന്ന് പ്രവർത്തിക്കുന്ന ജീവികളുണ്ട്, അവർ ആ സമയത്ത് ആക്റ്റീവ് ആവും. പകല് പ്രവർത്തിക്കുന്ന ജീവികൾ, ആക്റ്റീവായുള്ള ജീവികൾ, അവർക്ക് അവരുടെ ടൈമുണ്ട്. അതുമാതിരി പൂക്കൾ അതേ സമയത്ത് വിടരുന്നു, 4 മണി പൂവ് എന്നൊക്കെ ഇടുന്നു. ഋതുക്കൾ അതിൻ്റെ സമയമാകുമ്പോൾ മാറുന്നു. സൂര്യൻ അതിൻ്റെ സ്ഥലത്ത് നിൽക്കുന്നു, ഗ്രഹങ്ങളെല്ലാം അതിൻ്റെ ഭ്രമണപഥത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാത്തിനും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു റൂളുണ്ട്, എല്ലാം അത് ഫോളോ ചെയ്യും. അപ്പം മനുഷ്യന് അത് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അപ്പം പുലരും മുമ്പ് ഉണരുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ നേച്ചറാണ്. നമ്മുടെ പ്രപഞ്ചം ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? ഞാൻ എന്നുള്ള ഈ ബോധം, ഞാൻ എന്നുള്ള ഈഗോ ജാഗ്രത അവസ്ഥയിൽ ഉണരുമ്പോഴാണ്. അതുവരെ പ്രപഞ്ചം ഇല്ല. സുഷുപ്തി അവസ്ഥയിൽ പ്രപഞ്ചമില്ല, പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ആ അഹംബോധം, ആ ഈഗോ, അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ടൈമിലാണ് പ്രവർത്തിക്കാൻ അതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ നമ്മളതിനെ ആ ഋതത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ പ്രാക്ടീസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പുലരും മുമ്പ് ഉണരുക എന്നുള്ളതാണ്. നമ്മൾ താളത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ അലാം ക്ലോക്ക്സ് വെക്കുന്നു. ശരിക്കും ഇന്നർ ഒരു അലാം ഉണ്ട്. ആ അലാം അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഔട്ടർ അലാംസ് ആവശ്യമില്ല. ഇന്നർ അലാംസിനെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. നമ്മുടെ ശരീരം ഓരോരോ സമയത്ത് ഓരോരോ സൂചനകൾ തരുന്നു. കാല് വേനിക്കുന്നു, പറയുന്ന കാല് ശ്രദ്ധിക്കണം. കണ്ണടയും, ഉറക്കം വരുന്നു, അപ്പോൾ ഉറങ്ങണം. നമ്മുടെ ശരീരം സൂചനകൾ തരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ശ്രദ്ധിക്കണം, അതാണ് പെയിൻ, അലാം സിഗ്നലാണ്. അപ്പോൾ അലാം സിഗ്നൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വഷളാവും. അതുപോലെ നമ്മുടെ ഉള്ളിലൊരു അലാമുണ്ട്, രാവിലെ ഉണരൂ എന്ന് പറയുന്ന ഒരു അലാമുണ്ട്. ആ അലാമിനെ ആക്ടിവേറ്റ് ചെയ്യാനാണ് പുറത്തൊരു അലാം. നമ്മളത് വെക്കുന്നു, അത് അടിക്കുമ്പോൾ അത് ഓഫ് ചെയ്ത് കിടന്നുറങ്ങും. എന്താണ് കാര്യം? നമ്മൾ കംഫോർട്ട് ഇഷ്ടപ്പെടുന്നു, നമ്മൾ സെൽഫിഷാണ്. ഈ യൂണിവേഴ്സിൽ എനിക്ക് തോന്നുമ്പോൾ ഉണരാം, തോന്നുമ്പോൾ പ്രവർത്തിക്കാം. ടൈമിന് ഞാൻ പാലിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കും. അങ്ങനെ ഈ ലോകത്തെ എല്ലാ ചരാചരങ്ങളും ചിന്തിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? അപ്പം നമ്മുടെ ആദ്യത്തെ കറക്റ്റീവ് ഫാക്ടർ പുലരുമ്പോൾ ഉണരുക എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട്, ഇതിന് ആന്തരികമായിട്ട് ഡെപ്തിലുള്ള ഫിലോസഫീസ് ഉണ്ട്. പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ ആദ്യം ശ്രമിക്കാം. നമ്മുടെ വിൽ ഉപയോഗിക്കേണ്ടത് ആദ്യം. നമ്മളുടെ ആഗ്രഹങ്ങളെ നേരിടേണ്ടത് അതിൻ്റെ ഏറ്റവും വീക്കായിട്ടുള്ള സ്ഥലത്താണെന്ന് ഗൗതമ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഉറങ്ങണം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ജനിക്കുമ്പോൾ അതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കാൻ പിന്നത്തെ ഓരോരോ സ്റ്റെപ്പും ഈസി ആയിട്ട് നടത്താൻ പറ്റും. ദിവസത്തിൽ പോകുന്ന മറ്റുള്ള കാര്യങ്ങൾ വേഗം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്യാറുള്ള അലാം കുറച്ച് ദൂരെ വയ്ക്കും. അപ്പോൾ എണീറ്റ് പോയി ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഉറക്കം പോവും. കട്ടിലിൻ്റെ അടുത്ത് വെക്കരുത്. പിന്നെ എണീറ്റ് ഉടനെ മുഖം കഴുകുക, പല്ല് തേക്കുക, ആക്ടിവിറ്റി തുടങ്ങുക. നമ്മൾ വേഗം മെഡിറ്റേഷനിലേക്ക് പോകും. അടുത്ത സ്റ്റെപ്പ് അതാണ്. നമ്മൾ ആദ്യം നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വരൂപത്തെ,
എൻ്റെ യഥാർത്ഥ ഉണ്മയുമായി കണക്ട് ചെയ്യണം. അതിനുശേഷം എനിക്ക് ദിവസം ആരംഭിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പുലരും മുമ്പ് ഉണരുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാം. ലിവിങ് ദ ഗോൾ എന്നുള്ള ഈ സ്റ്റെപ്പിൽ, ഈ ഒരു ജേണിയിൽ ആദ്യത്തെ സ്റ്റെപ്പ് രാവിലെ പുലരും മുമ്പ് ഉണരുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഡെപ്തിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത സെഷൻ വരെയും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.